സന്ദേശം എന്ന മലയാള സിനിമയിൽ താത്വിക ആചാര്യനായി വേഷമിട്ട കുമാരപിള്ള സാർ, അതായത് ശങ്കരാടി അവതരിപ്പിച്ച കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. നമ്മുടെ പ്രധാന എതിരാളിയായ INSPക്ക് കൊള്ളാവുന്ന കുറെ ചെറുപ്പക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. ജനങ്ങൾക്ക് അവരോട് വലിയ മതിപ്പാണ്. അത് പൊളിച്ചു കൊടുക്കണം. ഏതെങ്കിലും പെണ്ണു കേസിലോ ഗർഭക്കേസിലോ പെടുത്തി നാട്ടിക്കണം. എങ്കിൽ നമ്മൾ ജയിക്കും. ഈ ഡയലോഗ് സമീപകാലത്തും ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അടുത്തിടെ രാഹുൽ മാങ്കൂട്ടത്തിനെയും ഒരു മാധ്യമപ്രവർത്തകയും ചേർത്ത ആരോപണങ്ങൾ ശക്തമായപ്പോൾ രാഹുലിനെ സംരക്ഷിച്ച് LDFനെ വിമർശിക്കാൻ ചിലർ ഉയർത്തിക്കൊണ്ടുവന്നതും ഈ വാചകങ്ങൾ, അതായത് കുമാരപിള്ള സിദ്ധാന്തം എന്ന ഒരു കാര്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതൊരു ഒറ്റപ്പെട്ട ആരോപണം മാത്രമല്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കാൻ വേണ്ടി എതിർകക്ഷികൾ ഉയർത്തിക്കൊണ്ടുവന്ന കുമാരപിള്ള സിദ്ധാന്തം മാത്രമായിരുന്നില്ല അതെന്ന് കഴിഞ്ഞ ദിവസത്തോടെ വ്യക്തമായിരിക്കുകയാണ്. കൂടുതൽ സ്ത്രീകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ അർത്ഥമെന്ന് പരസ്പരം ചോദിക്കുന്ന സാഹചര്യം. മാത്രമല്ല, സംസ്ഥാന യുവജന അധ്യക്ഷ സ്ഥാനം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചിരിക്കുകയാണ്. വേറെ ആരുമായും എനിക്ക് ബന്ധമില്ലെന്നും എന്റെ സ്നേഹം നിനക്ക് മാത്രമാണെന്നുമാണ് രാഹുൽ സമീപിച്ചിട്ടുള്ള എല്ലാ സ്ത്രീകളോടും പറയുന്നതെന്നാണ് വെളിപ്പെടുത്തലുകൾ വന്നിരിക്കുന്നത്. പേര് പോലും പറയാതെ ഹൂ കെയേഴ്സ് എന്ന ആ ഒരു നിലപാടുള്ള ഒരു നേതാവിനെതിരെ കഴിഞ്ഞ ദിവസം ആരോപണവുമായി നടി രംഗത്ത് വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് എല്ലാവരും എത്തിച്ചേരുകയായിരുന്നു. എന്തായാലും ഈ ആരോപണങ്ങളെ കോൺഗ്രസ് എങ്ങനെ അതിജീവിക്കും? രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് വിശദീകരണമാണ് ഇതിന് നൽകാൻ പോകുന്നത് എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് നിലവിൽ ശക്തമാകുന്നത്.